എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിസിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിസിതാസ് വൈബ്രന്റ് വിഷൻസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതത്തെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു പരാമർശം ഇപ്പോൾ എല്ലാവരുടെയും ഉയർന്നു വരുന്നുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണോ എന്നുള്ളത്. നമ്മളുടെ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോഴേക്കും അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. നമ്മളുടെ കേരളത്തെ മുഴുവൻ കണ്ണീർ കരയാക്കി മാറ്റിയ ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറിയേക്കാവുന്ന തരത്തിലാണ് നമ്മളുടെ വയനാട്ടില് ഉരുൾപൊട്ടൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ദിനം പ്രതി മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ വയനാട്ടിലുള്ളത്. ഒത്തിരി പേര് നമ്മളുടെ റെസ്ക്യൂ ടീം രക്ഷിച്ചു എന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ ശരീരഭാഗങ്ങളായിട്ട് കിട്ടുന്നുണ്ട്, മൃതദേഹം കിട്ടുന്നുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്, ഒരുപാട് പേര് ഇനിയും മണ്ണിനടിയിലായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന രീതിയിലാണ് ഈ വയനാട്ടിലുള്ള സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് മണ്ണിനോടൊപ്പം ഒലിച്ച് ജീവനും സ്വത്തും മക്കളും കുടുംബവും എല്ലാവരും പോകുമ്പോഴുള്ള അവസ്ഥ, ആ സമയത്തുള്ള വേദന നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര തീവ്രമായിട്ടുള്ളതാണ്. നമ്മളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഈ ദുരന്തം കാരണം നമ്മളുടെ കൂടെ ഇല്ലാതായില്ലേ. അപ്പം ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നൊരു പരാമർശം വരുമ്പം അതെന്താണ് എന്നതിനെ കുറിച്ച് നാം വിശദമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും ചെറിയൊരു ഐഡിയ എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും വേണമല്ലോ. ഇപ്പൊ ഈ വയനാട്ടിലെ ദുരന്തം കാരണം ഒരുപാട് ജില്ലകളിൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പിന്നീട് വിദ്യാലയങ്ങളും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവധി ദിവസങ്ങളായിരുന്നു അല്ലേ. ശക്തമായിട്ടുള്ള മഴയും കേരളത്തിലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം കേരളത്തിലെ ഇന്നത്തെ ഈ പ്രതികൂലമായ കാലാവസ്ഥയ്ക്ക് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വർഷം പ്രതി പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞത് പ്രാവർത്തികമാക്കാഞ്ഞിട്ടാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്ന സമയത്ത് എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായും പശ്ചിമഘട്ടത്തെക്കുറിച്ചും അവിടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എപ്പോഴാണ് വന്നത്? പശ്ചിമഘട്ടം എന്താണ് അതറിയാത്തവർ ആരും ഉണ്ടാവില്ല. നമ്മളുടെ അറബിക്കടലിന് സമാന്തരമായിട്ട് 1490 കിലോമീറ്ററോളം വിസ്തൃതിയിൽ കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം നമ്മളുടെ കേരളത്തിന്റെ അടക്കമുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനത്തിലൊക്കെ വഹിക്കുന്ന പങ്ക് വളരെ വലുത് തന്നെയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ കാലാവസ്ഥയിൽ അത്രത്തോളം വലുത് തന്നെ ആയതുകൊണ്ട് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനായി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നത് കൃത്യമായിട്ട് അതിർത്തി ഉണ്ടാക്കുന്നതിനായിട്ടും അവിടെ ഇനി ചെയ്യാൻ പാടുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തയ്യാറാക്കിയിട്ട് ഈ മിഷൻ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ്. 14 അംഗങ്ങളുള്ള ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഇന്ത്യൻ എക്കോളജിസ്റ്റ്. അവർ ഏതാണ്ട് ഒരു വർഷവും പിന്നീട് കുറച്ച് മാസത്തോളം വിശദമായിട്ട് ഈ പശ്ചിമഘട്ട മേഖലകളെ കുറിച്ച് പഠിക്കുകയാണ്. അതിനുശേഷം ഏതാണ്ട് 2011 ആഗസ്റ്റ് 31 522 പേജുകളുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് മാധവ് ഗാഡ്ഗിൽ അടങ്ങുന്ന ഈ ടീം. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും പരിസ്ഥിതി ലോല പ്രദേശം ആണ് എന്ന് തന്നെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സംബന്ധിച്ച് പറയുന്നത്. പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവിടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ നമുക്ക് ദോഷകരമാവുന്ന രീതിയിൽ പരിസ്ഥിതി അവിടുന്ന് പ്രതികരിച്ചു തുടങ്ങും. മണ്ണിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു തുടങ്ങുന്ന പെട്ടെന്ന് ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഈ പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ള പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഭൂരിഭാഗവും ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതാണ്ട് മുഴുവനും എന്ന് തന്നെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പശ്ചിമഘട്ടത്തെ തന്നെ 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. അതായത് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോൺസ് ആയിട്ട് 3 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ സോൺ 1, സോൺ 2, സോൺ 3 എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ആ സോൺ 1നെ കുറിച്ചും സോൺ 2നെ കുറിച്ചും സോൺ 3നെ കുറിച്ചും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 3 സ്ഥലങ്ങളിൽ വെച്ച് തന്നെ സോൺ 1 ആണ് ഏറ്റവും പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശം ആയിട്ട് കണക്കാക്കുന്നത്.
തേയില, വാഴ, കാപ്പി, ഏലക്ക, പൈനാപ്പിൾ ഇതുപോലെയുള്ള മണ്ണൊലിപ്പിന് കാരണമാകുന്ന വിളകൾ അവിടെ കൃഷി ചെയ്യരുത് എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർത്തണം, ഒരു 3 വർഷത്തിന്റെ ഉള്ളിലെങ്കിലും നിർത്തണം എന്നുള്ളതും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നു. സോൺ 1 5 വർഷത്തിനുള്ളിലും സോൺ 2 8 വർഷത്തിനുള്ളിലും സോൺ 3 10 വർഷത്തിനുള്ളിലും കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള കൃഷികൾ മാറ്റിയിട്ട് ജൈവ കൃഷികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ പൊതുഭൂമി ഒരിക്കലും സ്വകാര്യവൽക്കരിക്കരുത് എന്ന് പറയുന്നുണ്ട്. സോൺ 1 സോൺ 2 എല്ലാം വനപ്രദേശങ്ങളായി തന്നെ ഇരിക്കട്ടെ. പഠനങ്ങൾക്ക് ശേഷം മാത്രം സോൺ 3 പ്രദേശങ്ങൾ അല്പം കൃഷിക്കായി ഉപയോഗിക്കാം എന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് 2011 പുറത്തു വരുന്ന റിപ്പോർട്ടാണ്. 2016 എങ്കിലും നമ്മളുടെ ആ സോൺ 1 പ്രദേശത്തുള്ള ഖനനങ്ങളൊക്കെ നിർത്തണം എന്നുള്ളതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അവിടെയൊക്കെ ഇപ്പൊ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ റെഡ് ഓറഞ്ച് വ്യവസായങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയും. പൂർണ്ണമായും പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ സംരക്ഷണവും നല്ലതായിട്ട് നമ്മളുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മളുടെ ഗാഡ്ഗിൽ ആൻഡ് ടീം ഗവൺമെന്റിന് സമർപ്പിച്ച ശേഷവും അത് പ്രാവർത്തികം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ജനങ്ങളുടെ മുമ്പിലും വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പല വിവരാവകാശ നിയമങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് വരെ പ്രതിഷേധം ഉണ്ടാക്കിയവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ മൈനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തണം, ഒരുപാട് കൃഷികൾ നിർത്തിയിട്ട് ജൈവ കൃഷികളാക്കണം എന്നൊക്കെ പറയുമ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ ഇതൊന്നും പ്രാക്ടിക്കൽ ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിനൊക്കെ വിമർശിച്ച് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളുടെ ഗവൺമെന്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വിശദമായിട്ട് പഠിക്കാനായിട്ട് മറ്റൊരു ടീമിനെ ഉണ്ടാക്കുകയാണ്. അതിന്റെ നേതാവായിരുന്നു കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. പിന്നീട് നിർമ്മിക്കുന്നതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അവരുടെ പഠനത്തിന് ശേഷം വരുന്നതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പൂർണ്ണമായും ശരിവെക്കുന്നു, പക്ഷെ അതിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ. പരിസ്ഥിതി ലോല പ്രദേശം ആണ് പശ്ചിമഘട്ടം, പക്ഷെ മുഴുവനായിട്ടല്ല, കേവലം 37% മാത്രമേ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങൾ ഉള്ളൂ. 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കരാർ കഴിയുന്ന സമയം ആവുമ്പോഴേക്കും ഖനനം ഇവിടെ എല്ലാവരെയും നിർത്തിയാൽ മതി എന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഡാമുകളുടെ കാര്യങ്ങളൊക്കെ പുതിയ ഡാമുകളൊക്കെ ആ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ പഠനങ്ങൾക്ക് ശേഷം ഉണ്ടാക്കാം എന്നൊക്കെയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മളുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡാമുകൾ കുറെ എണ്ണം ഒഴിവാക്കണം, അത് പശ്ചിമഘട്ടത്തിന്റെ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും, കുറെ ഡാമുകൾ ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയത് കൺസ്ട്രക്ട് ചെയ്യരുത് വൈദ്യുതിക്കായിട്ട് എന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ കുറെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വരുമ്പോഴേക്കും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളിനെ എതിർത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അവര് പൂർണ്ണമായിട്ട് ശരിവെക്കുന്നുണ്ട്, ഇത്തരം കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടുകൾക്കിടയിലും കുറെ പേര് പ്രതിഷേധം ഒക്കെ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇതിലേതും ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും പ്രാക്ടിക്കലായിട്ട് നടപ്പിൽ ആക്കിയില്ല. ഇത്രയും 14 വർഷത്തോളം ആയിട്ട്, നമ്മൾ ഇന്ന് 2024 2011 സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പോലും ഇപ്പോഴും പ്രാവർത്തികം ആക്കിയിട്ടില്ല. അതായത് ആ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് ഇതുവരെയും നിർത്തൽ ആക്കിയിട്ടില്ല. അപ്പം പിന്നീട് അതിന്റെ പരിണിത ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടത് തന്നെയല്ലേ എന്ന് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, എന്താണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നതിനെ കുറിച്ച്. ഇനി ഇതൊക്കെ വയനാടുമായിട്ട് എന്താണ് ബന്ധം, വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം.
വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നത് കൃത്യമായിട്ട് ഞാനിവിടെ മാപ്പിലായിട്ട് കാണിക്കാം, നമ്മളുടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ. ഈ കാണുന്ന സോൺ 1-ൽ നിന്ന് ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് കുറെ കല്ലും മണ്ണും അടങ്ങുന്ന ഇതൊക്കെ ഒലിച്ചു വരുന്നത് ഈ കാണുന്ന സോൺ 2 പ്രദേശത്തേക്കാണ്. അവിടെ നിന്ന് തീവ്രത ഒരുപാട് കൂടിയിട്ട് സ്പോട്ട് 3-ലേക്കാണ് പോകുന്നത്. ആ പ്രദേശമാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഒരുപാട് ജനവാസ മേഖലയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഒരുപാട് വീടുകളൊക്കെ ഒലിച്ച് പിന്നീടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്പോട്ട് 4-ൽ GVHSS വെള്ളാർമല എന്നാണ് പ്രദേശം ഇവിടെ ഗൂഗിളിൽ കാണിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ആയിട്ട് ഒരുപാട് തിരച്ചിലുകൾ ജീവന്റെ തുടിപ്പിനായിട്ട് രാത്രി വരെ നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നും പിന്നീട് 2 സ്ഥലങ്ങളിലേക്കായിട്ട് ഈ ഉരുൾപൊട്ടലിന്റെ ജലവും കല്ലും മണ്ണും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്പോട്ട് 7 എന്ന് പറയുന്നത് ആട്ടമല എന്ന പ്രദേശത്തിലേക്കാണ് ഒരു വഴിയിലൂടെ പോകുന്നത്. അവിടെ അധികം ജനവാസമൊന്നുള്ള മേഖലയല്ല, എങ്കിലും അവിടെയും കുറെ വീടുകളൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് മറ്റേ വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് സ്പോട്ട് 5 ആയിട്ടുള്ള സൂചിപ്പാറയിലേക്കാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു അരുവിയിലൂടെ താഴോട്ട് ഈ ഒരുപാട് വീടുകളുടെ അവശിഷ്ടം, ഒരുപാട് പേരുടെ മൃതദേഹം, കല്ല് മണ്ണ് എല്ലാം കൂടി വീണ്ടും താഴോട്ടൊരു പുഴയിലൂടെ വന്നിട്ട് സ്പോട്ട് 6 ആയിട്ടുള്ള പോത്തുകല്ലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 95 കിലോമീറ്ററോളമാണ് അവിടെ നിന്ന് ദൂരമുള്ളത്. ഇത്രയും ദൂരം ഇങ്ങനെ ശക്തിയായിട്ടുള്ള മഴവെള്ള പാച്ചിലൂടെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോത്തുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരുപാട് ബോഡിയൊക്കെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ വയനാട്ടിൽ നടന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഇല്ലാതായി, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മൃതശരീരങ്ങൾ ദഹിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. പ്രകൃതിയുടെ ദുരന്തം. അപ്പം നാം ഓരോരുത്തരും ഇന്നിവിടെ ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. അന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രകൃതിയെ നാം സംരക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇന്നീ ദുരന്തം വരാതിരിക്കുമായിരുന്നു. അതിനിതാ വ്യക്തമായിട്ട് തെളിവ് നമ്മളുടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന സോൺ 1-ൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ വൈത്തിരി എന്ന് പറയുന്ന താലൂക്ക്. മേപ്പാടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ വൈത്തിരി താലൂക്കിലാണ് ഈ ഉരുൾപൊട്ടലും സംഭവങ്ങളും ഒക്കെ ഇത്രയും സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്. അതായത് വയനാടിന്റെ ഒരു 95 കിലോമീറ്റർ റേഡിയസോളം, ഒരു ചെറിയ സ്ഥലത്തൊന്നും അല്ല, ഇത്രയും വലിയ സ്ഥലത്താണ് ഇത്രയും ദുരന്തങ്ങൾ വരുന്നത്. എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങൾ പോട്ടെ, എത്രത്തോളം ജീവനുകളാണ് ദിനം പ്രതി പൊലിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴെങ്കിലും നമുക്ക് ശരിവെക്കാം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ. ഇനിയെങ്കിലും നമുക്ക് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്താം, നമ്മളുടെ ജീവന് വേണ്ടി. ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ തന്നെ പറയുന്നത് അന്നത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വിപരീതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ആ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ ദുഷ്കരമായിട്ടുള്ള പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ വ്യക്തമായിട്ട് സംരക്ഷിക്കാതെ അവിടെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളത് നാം എല്ലാവരും ഇപ്പൊ വ്യക്തമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞു. ഇനിയെങ്കിലും ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഒന്ന് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് ആ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിലൊക്കെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്താനുള്ള സന്മനസ് ഇതിന്റെ അധികൃതർക്കും ഗവൺമെന്റിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ കാംക്ഷിക്കുന്നു. നാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രസ്താവനയായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണോ അല്ലയോ എന്നുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ള ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം വന്നിട്ടുണ്ടാവും. എന്തായാലും അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ എല്ലാം കമന്റ് ചെയ്യുക. കേവലം എൻ്റെ പരിമിതമായിട്ടുള്ള, ഞാനും ഈ ഗൂഗിളിൽ നിന്നും ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നും മറ്റും കണ്ട് എടുത്തിട്ടുള്ള എൻ്റെ പരിമിതമായിട്ടുള്ള അറിവാണ് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇനിയും നമ്മളുടെ നാട്ടിൽ ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. നമ്മളുടെ നിലനിൽപ്പിനായിട്ട് ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരന്തം ഒന്നും നമ്മളുടെ നാട്ടിൽ വരാതിരിക്കട്ടെ. വന്നതിനായിട്ട് നമുക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം. അത് ഞാനും നിങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് ഒരു ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.